യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഭീമൻ ഇറക്കുമതി തീരുവകൾ കോടതി വിലക്കി. രാജ്യാന്തര വ്യാപാരവുമായി ബന്ധപ്പെട്ട് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡാണ് പകരം തീരുവ നടപ്പാക്കുന്നത് തടഞ്ഞത്. മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൻ്റെ ചട്ടങ്ങൾ കോൺഗ്രസിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള ട്രംപിൻ്റെ തീരുമാനം അതിരുകടന്ന അധികാര പ്രയോഗമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തീരുവ പ്രഖ്യാപനം റദ്ദാക്കി 10 ദിവസത്തിനകം സർക്കാർ ഉത്തരവിറക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രസിഡന്റിൻ്റെ അധികാരം അംഗീകരിക്കണമെന്ന ആവശ്യവുമായി ഭരണകൂടം അപ്പീൽ നൽകി. ഉത്തരവ് നടപ്പാക്കിയാൽ ചൈനയുമായുള്ള വ്യാപാരയുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം വിപുലമാകുമെന്നും ഇന്ത്യ-പാക് സംഘർഷം രൂക്ഷമാകുമെന്നും ചൂണ്ടിക്കാട്ടി. തീരുവയുടെ പേരു പറഞ്ഞാണ് ട്രംപ് ഇന്ത്യ-പാക് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്നും അവകാശപ്പെട്ടു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ ജൂലൈ 7-നകം പൂർത്തീകരിക്കാനിരിക്കെയാണ് കോടതിയുടെ ഉത്തരവ് വിപരീത ഫലം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 2-നാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത്. ഇത് വൻ സാമ്പത്തിക ആഘാതം സൃഷ്ടിച്ചതോടെ ഏതാനും ഇളവുകൾ പിന്നീട് പ്രഖ്യാപിച്ചിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറക്കുമതി തീരുവ ചുമത്തൽ യു.എസ്. ഫെഡറൽ കോടതി തടഞ്ഞതോടെ ആഗോള ഓഹരി വിപണികൾ കണ്ട കുതിപ്പ് ഇന്ത്യയിലും പ്രതിഫലിച്ചു. ഈ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രകാശ് നായർ. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.